നമസ്കാരം. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മളോട് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റും CS എക്സിക്യൂട്ടീവിനും CS പ്രൊഫഷണലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ജനുവരിയിലാണ്. 2 മോഡ്യൂളിനും ഓരോ മോഡ്യൂളിന് 30 പേരെയാണ് നമ്മൾ മാക്സിമം ഒരു ബാച്ചിൽ എടുക്കുന്നത്. അപ്പം അതിൻ്റെ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്റർ ആണ്. ഇവിടെ കമ്പനി സെക്രട്ടറി കോഴ്സ് ഒഴിച്ച് വേറൊരു കോഴ്സ് നമ്മളിവിടെ ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ ഈ വീഡിയോ എന്തിനു ചെയ്യുന്നു എന്നതാണ് ചോദ്യം. എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, സാർ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത്, അതിൻ്റെ ഒരു പാറ്റേൺ പറഞ്ഞു തരുമോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ പാറ്റേൺ പല പ്രാവശ്യവും പലർക്കും പറഞ്ഞു കൊടുത്താണ്. അപ്പം ഞാൻ ആ പാറ്റേണിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ആ പാറ്റേണിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് 2020 ഡിസംബറിലെ ഒരു ആൻസർ പേപ്പർ, ഒറിജിനൽ ആൻസർ പേപ്പർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു കുട്ടി എക്സിക്യൂട്ടീവിൻ്റെ എഴുതിയ ഒരു ആൻസർ പേപ്പർ ഞാൻ ഇന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ശരിയാണോ എന്നതല്ല ഞാൻ നോക്കുന്നത്. ആ ആൻസർ പേപ്പറിൽ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ, ആ മിസ്റ്റേക്കുകൾ അത് ശരിക്കും ഒന്ന് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ കുട്ടിക്ക് ധാരാളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെഴുതുന്നു എന്നതിൽ ഉപരി എങ്ങനെ എഴുതുന്നു എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ വേ ഇൻ വിച്ച് യു റൈറ്റ്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്കൊരു ആൻസർ പേപ്പർ നോക്കാം. അപ്പോൾ ആൻസർ പേപ്പർ നോക്കുമ്പോൾ ഞാൻ അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു സ്കോർ ഗുഡ് മാർക്സ്. അവിടെ തന്നെ നമുക്കറിയാം ഈ കുട്ടി നല്ല മാർക്ക് സ്കോർ ചെയ്തൊരു കുട്ടിയാണ്. ആ കുട്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ പോയാലും ഒരു 25% മാർക്കും കൂടി കൂടുതൽ കിട്ടുമായിരുന്നു ആ കുട്ടിക്ക്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ എന്ത് എഴുതുന്നു എന്നതിലുപരി നിങ്ങൾ എങ്ങനെ എഴുതുന്നു എന്നത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സോ നമുക്ക് ആ ഒരു ആൻസർ ഷീറ്റിലേക്ക് പോകാം. ആ ഒരു ആൻസർ ഷീറ്റ് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഒരു ആൻസർ പേപ്പറാണ്. ഇത് ആക്ച്വലി 2020 കണ്ടോ, 2020 ഒരു ആൻസർ പേപ്പറാണിത്. 2020 ഡിസംബർ 2020 ഒരു ആൻസർ പേപ്പറാണ്. എക്സിക്യൂട്ടീവിന്റെ സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് ആൻഡ് എൻറ്റിറ്റീസ് ആൻഡ് ക്ലോഷർ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു ആൻസർ പേപ്പറാണിത്. ഇതൊരു കുട്ടിയുടെ ആൻസർ പേപ്പറാണ്. നമ്മളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ സംഘടിപ്പിച്ചതാണ്. ഈ ആൻസർ പേപ്പർ നമുക്ക് നോക്കി അറിയാൻ പറ്റും ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്തെന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് കാൻഡിഡേറ്റ് ചെയ്യേണ്ടതാണ്. കണ്ടോ, 1 2 3 4 5 6. ഓക്കെ, ഇവിടെ 6 ക്വസ്റ്റ്യൻസ് അവർ ആൻസർ ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചിരിക്കുന്നു. 7 ഒരു ആൻസർ ഓപ്ഷൻ ആയിരിക്കും, അത് വിട്ടിട്ടുണ്ടായിരിക്കാം. ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ക്വസ്റ്റ്യനും അവർ അവാർഡ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ്. ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണെങ്കിൽ അതിൽ 4 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തേല് 3, പിന്നെ രണ്ടാമത്തേന് 0, then 3, then 3. So he or she got 9 marks. Then ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 4 ഭാഗം ഉണ്ടായിരുന്നു. 2 1 3 3 4, 13 marks. Now you see മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 4 പാർട്ട് ഉണ്ടായിരുന്നു. 4 4 4 3, 15 marks. ആൻഡ് നാലാമത്തെ ഇതിൽ 2 3 1 3 2, ദാറ്റ് മീൻസ് 5 പാർട്ട് ഉണ്ടായിരുന്നു. 1 2 3 4 A, 5A 5B 5C 5D അങ്ങനെ വരില്ലേ, അങ്ങനെ 11 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റിന് 7 മാർക്ക്, ആറാമത്തെ ക്വസ്റ്റിനും 7 മാർക്ക്. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ള 62 മാർക്കാണ് ഈ കുട്ടി സ്കോർ ചെയ്തത്. 62 മാർക്കാണ് ഈ കുട്ടി സ്കോർ ചെയ്തത്. അങ്ങനെ സ്കോർ ചെയ്തപ്പോൾ നമുക്ക് 62 മാർക്ക് കിട്ടി. ഈ 62 മാർക്കിനോടൊപ്പം ആ കുട്ടിക്ക് കിട്ടിയത് 5 മാർക്ക് യൂണിഫോമിറ്റി ആൻഡ് മോഡറേഷന് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. യൂണിഫോമിറ്റി ആൻഡ് മോഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാമിനെ മാർക്ക് റിസൾട്ടിനെ എന്താ പറയുക, യൂണിഫോം ആക്കുന്നതിന് വേണ്ടി, മറ്റുള്ള വർഷങ്ങളിലെ റിസൾട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു യൂണിഫോം റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മോഡറേഷൻ, നമ്മുടെ പാസ് പെർസെൻറ്റേജ് ഒരു ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിഫോമിറ്റിയും മോഡറേഷൻ ചെയ്യുന്നത്. ദ ടോട്ടൽ മാർക്ക് 67 ആണ്. ഈ 5 മാർക്ക് എപ്പോഴും കൂടുതൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കരുത്. ചില സിറ്റുവേഷൻസിൽ അത് കുറച്ച് കിട്ടാനും സാധ്യതയുണ്ട്. ദർ ആർ ചാൻസസ്. ചില സമയത്ത് കുറവ് മാർക്കും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
കുറവ് മാർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അയ്യോ സാർ അത് എപ്പോഴും കൂടി കിട്ടുമല്ലോ എന്നൊന്നും വിചാരിക്കരുത്, ചിലപ്പോൾ കുറഞ്ഞു കിട്ടാനും സാധ്യതയുണ്ട്. അപ്പൊ ടോട്ടൽ 62 മാർക്ക് പേപ്പറിൽ കിട്ടി, 5 മാർക്ക് അവർക്ക് മോഡറേഷൻ കിട്ടി, 67 മാർക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം, അല്ല ആൻസർ പേപ്പറിലേക്ക് പോവാം. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. ഇതെല്ലാം വായിച്ചു നോക്കി വേണം നിങ്ങൾ എഴുതാൻ. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കണ്ടോ, റോൾ നമ്പർ ഷുഡ് ബി റിട്ടേൺ ഇൻ ഫിഗേഴ്സ് in the box and appropriate circles to be darkened in the OMR portion given on the right hand side with blue or black ballpoint pen. അപ്പോൾ ബ്ലൂ പെന്നും ബ്ലാക്ക് പെന്നും മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബ്ലൂ ആൻഡ് ബ്ലാക്ക്, അതല്ലാത്ത ഒരു കളർ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ നോക്കുന്നു, അറ്റൻഡൻസ് ഷീറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഓരോ എക്സാമിനേഷൻ കഴിയുമ്പോഴും കാൻഡിഡേറ്റ് എന്ത് ചെയ്യണം, അയാളുടെ റോൾ നമ്പർ ഷുഡ് റിമൂവ് ദ പെർഫറേറ്റഡ് റോൾ നമ്പർ ബാർ കോഡ് സ്റ്റിക്കർ ഓഫ് ദ പെർട്ടിക്കുലർ പേപ്പർ. ആ അറ്റൻഡൻസ് ഷീറ്റിലെ ആ ബാർ നമ്പറിന്റെ ഒരു ഷീറ്റ് നിങ്ങൾക്ക് തരുന്ന സമയത്ത് അവർ പറഞ്ഞു തരും, അതിനെക്കുറിച്ച് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എഴുതാൻ മറന്നു പോകരുത്. സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ മറക്കരുത്. എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 2 ആണ്. ദെൻ സബ്ജക്ട്, മീഡിയം ഓഫ് റൈറ്റിംഗ്, നിങ്ങൾ ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ എന്ന് കറക്റ്റ് ആയിട്ട് ഡാർക്കൻ ചെയ്യണം. അവിടെ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡാർക്കൻ ചെയ്ത് ഇംഗ്ലീഷ് ഡാർക്കൻ ചെയ്യണം. ദെൻ നമ്പർ ഓഫ് ആൻസർ ബുക്ക് യൂസ്ഡ്, നിങ്ങൾ ഒരു ആൻസർ ബുക്ക്, മെയിൻ ആൻസർ ബുക്ക് 1 ആണ് ഉണ്ടാവുക. അതിനോടൊപ്പം ഒരു ആൻസർ ബുക്ക് കൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 ആൻസർ ബുക്ക് ആയി. അപ്പൊ ആ ആൻസർ ബുക്ക് കറക്റ്റ് ആയിട്ട് അത് രണ്ടാമത്തും കൂടി എഴുതി 2 ആൻസർ ബുക്ക് എന്ന് എഴുതണം ടാഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. ദെൻ ഓക്കെ, ദെൻ ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. ബോൾ പോയിന്റ് പെൻ മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. അതുകൊണ്ട് ഇങ്ക് പെന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ക് പെൻ ഉപയോഗിക്കാൻ പാടില്ല. സോ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ മാത്രമേ ഉപയോഗിച്ച് പരീക്ഷ എഴുതാൻ പാടുള്ളൂ. ഇനി ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, സാർ ഞാൻ ബ്ലൂ പെന്നും ബ്ലാക്ക് പെന്നും കൂടി മിക്സ് ചെയ്ത് എഴുതിയാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. അത് ഒരു വലിയ ഡേഞ്ചർ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കാം. യു ക്യാൻ യൂസ് പെൻസിൽ ടു ഡാർക്കൻ ലൈക്ക്. Then candidates shall write their answers in neat and clear handwriting on both sides of all the pages and shall not leave blank pages or space in between. Marks will be deducted for bad and ineligible handwriting എന്ന് പറയുന്നത്. ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്. ഉദാഹരണം, ഇപ്പൊ ആൻസർ എഴുതുന്ന സമയത്ത് വളരെ പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, വളരെ വൃത്തിയായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യമില്ലാതെ അതിന്റെ ഇടയിൽ ഒരു വരി കഴിഞ്ഞ് 2 ലൈൻ വിടുക, അതുപോലെ 3 ലൈൻ വിടുക, 5 ലൈൻ വിടുക, അങ്ങനെ ചെയ്യരുത്. ഓരോ ആൻസറും നിങ്ങൾക്ക് പുതിയ ഷീറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ 2 സൈഡിലും എഴുതണം. 2 സൈഡിലും നിങ്ങൾ എഴുതണം. ഒരു സൈഡിൽ മാത്രം എഴുതിയാൽ പോരാ, 2 സൈഡിലും എഴുതണം. ഓക്കെ, ദെൻ ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയാക്കിയിരിക്കാൻ ശ്രമിക്കണം. വൃത്തിയായിട്ട് ഹാൻഡ് റൈറ്റിംഗിൽ എഴുതണം. ഓരോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ആൻസർ ടു ഈച്ച് ക്വസ്റ്റ്യൻ ഫ്രം എ ഫ്രഷ് പേജ്. ആൻഡ് സബ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. ഇപ്പൊ ഒരു പേജിൽ തന്നെ നമ്മളിങ്ങനെ എഴുതി വരുമ്പോൾ സബ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൻസർ ടു എന്ന് പറഞ്ഞ് എഴുതാം. അതേസമയം നിങ്ങൾ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് എഴുതണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പുതിയൊരു ഷീറ്റിൽ നിന്ന്, പുതിയൊരു പേജിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഓരോ ക്വസ്റ്റ്യന്റെ ആ മാർജിന്റെ ലെഫ്റ്റ് ഹാൻഡ് മാർജിനിൽ നിങ്ങൾ ബോൾഡ് ലെറ്ററിൽ എന്ത് എഴുതണം, അതിന്റെ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എന്താണെന്ന് ക്ലിയർ ആയിട്ട് എഴുതണം. ഇനി എത്ര ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചത്, ഉദാഹരണം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന 6 ക്വസ്റ്റ്യൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ 7 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ, ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 6 എണ്ണമാണ് അവര് നോക്കുക. ഒരു അവസാനം എഴുതിയ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അവര് വിട്ടുകളയും. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആവശ്യമുള്ളത്ര എഴുതിയാൽ മതി. ഭയങ്കര സമയം കിട്ടിയിട്ട് കൂടുതൽ എഴുതണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് വന്നിട്ട് ഇനി കുറച്ചുകൂടെ അധികം കിട്ടിയല്ലോ, സമയമുണ്ട്, ഞാൻ എഴുതി കളയാൻ സാർ, അടുത്തും കൂടി ഞാൻ എഴുതാൻ പോവാണെന്ന് പറഞ്ഞ് എഴുതണ്ട. അത്രയും എക്സൈറ്റ്മെന്റ് വേണ്ട, ഉള്ളത് വൃത്തിയായിട്ട് എഴുതിയിട്ട് പോന്നാൽ മതി കേട്ടോ. അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ആവശ്യമില്ലാണ്ട് കുറെ എഴുതാനുള്ള ശ്രമം നടത്തരുത്. ഓക്കെ, ദെൻ mobile phone, a pager or any communication device, books, handwritten book materials or anything in the premises is banned. ഒരു ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെയൊക്കെ ഇപ്പോൾ സ്മാർട്ട് വാച്ച് കെട്ടുന്ന ആൾക്കാരാണ്. സ്മാർട്ട് വാച്ച് നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ അവർ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റിച്ചാൽ അത് വളരെ നല്ല ഒരു ശീലമായിരിക്കും, നല്ലൊരു കാര്യമായിരിക്കും. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാൻഡ് ഐറ്റം ഒരു എക്സാമിനേഷൻ സെന്ററിനുള്ളിൽ നിന്ന് അവരെ പിടിക്കുകയാണെങ്കിൽ അത് മിസ്കണ്ടക്ട് ആയിട്ട് കണക്കാക്കും.
ഓക്കെ, ഇനി നമുക്കൊരു ആൻസർ നോക്കാം. ഒരാള് ഇപ്പൊ അയാൾ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ, അത് 3ാമത്തെ പേജാണ്, ഒരു ആൻസർ പേപ്പർ ആണ് ഇത്, ഒരു 3ാമത്തെ പേജാണ്. ഞാൻ ഇതിൽ ഒരിക്കലും ഞാൻ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ പർപ്പസ് നെഗറ്റീവ് കമന്റ്സ് അല്ല. പക്ഷെ എന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഐഡിയ കിട്ടുക എന്ന് തന്നെയാണ് എന്റെ ഉദ്ദേശം. ഓക്കെ, അദ്ദേഹത്തോട് ചോദ്യം 5, ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണുന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവാം, നിങ്ങൾക്ക് നോക്കാം. അതിലെഴുതിയ തെറ്റ് ഉത്തരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ തന്നെ ആൾറെഡി പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക്, അല്ലെ? 5A. ഈ 5A നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് ആക്കാം കേട്ടോ, ഒന്ന് കറപ്പിച്ചെടുക്കണം. ഒന്ന് കറപ്പിച്ചെടുത്താൽ കുറച്ചുകൂടി നന്നാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് എന്റെ ഒരു അഡ്വൈസ് ആണ്. ദിസ് ഈസ് മൈ പേഴ്സണൽ അഡ്വൈസ്. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇതിനെ ഒന്ന് കറപ്പിച്ചെടുക്കുക, ആ ക്വസ്റ്റ്യൻ നമ്പർ അതിനെ. ദെൻ ഡോർമെന്റ് കമ്പനി. ഇവിടെ ചോദിക്കുന്ന ഡോർമെന്റ് കമ്പനി എന്താണെന്നാണ്. ഇപ്പൊ ഡോർമെന്റ് കമ്പനി എന്ന് എഴുതുമ്പോൾ നമുക്ക് വളരെ വൃത്തിയായിട്ട് ഡോർമെന്റ് കമ്പനി എന്ന് എഴുതി അതിന്റെ അടിയിൽ നല്ല വരയൊക്കെ കൊടുത്ത് വൃത്തിയാക്കി ഇതിന്റെ 2 വരയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ചന്തം വരുമായിരുന്നു. എന്നിട്ട് നമ്മൾ എഴുതുകയാണ് ആസ് pursuant to section 455. ഇവിടെ എഴുതുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചോണം, ഇത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഹാൻഡ് റൈറ്റിംഗ് കമ്പാരിറ്റീവ്ലി കാഴ്ചക്ക് ചന്തം ഉണ്ടെങ്കിലും ഈ ഹാൻഡ് റൈറ്റിംഗിന് ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു രീതിയിൽ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കണം, വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കണം. എനിക്ക് തോന്നുന്നത് ഈ വരകളൊക്കെ വരച്ചിരിക്കുന്ന, ഈ ബ്ലാക്ക് വരകളൊക്കെ വരച്ചിരിക്കുന്ന എക്സാമിനർ ആണ്. ആരാണോ ആൻസർ അദ്ദേഹമാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. കണ്ടോ, ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഫിനാൻഷ്യൽ ഇയേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇതൊന്ന് കുറച്ചുകൂടി വൃത്തിയായിട്ട് എഴുതിയിരുന്നെങ്കിൽ അതിൽ കുറച്ചുകൂടി നല്ല മാർക്ക് കിട്ടുമായിരുന്നു. ഇവിടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സെക്ഷൻ 455 പ്രകാരം ആൻഡ് റെഡ് വിത്ത് കമ്പനീസ് മിസ്ലേനിയസ് റൂൾസ്. ഇവിടെ ഒരു ഷോർട്ട് ഫോം വന്നു കണ്ടോ, ഇത് മാറ്റണം, ഇത് ശരിയല്ല. ഡോർമെന്റ് കമ്പനി എന്ന് പറഞ്ഞ എന്താണ് എന്നാണ് ആൾ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഡോർമെന്റ് കമ്പനി, ഇറ്റ് ഈസ് നോട്ട് carrying on any business operations or has not made any significant accounting transaction in the last 2 years or has not filed financial statements and annual returns for the last 2 financial years. And dormant company status is an excellent tool. What is this? For keeping the asset in the company for the future usage. ഇവിടെ തന്നെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അത് ക്ലിയർ ആയിട്ട് എഴുതാൻ ആ കുട്ടിക്ക് അറിയില്ല. ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയോ മറ്റ് അസറ്റുകളോ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സാധാരണ ഇത് ചെയ്യുന്നതെന്നാണ്. ഇറ്റ് പ്രൊവൈഡ്സ് അഡ്വാൻറ്റേജസ് ടു ദ പ്രൊമോട്ടർ. ഐ ഡോണ്ട് നോ ഹൗ ടു റീഡ് ദിസ്. ഹെൽഡ് കണ്ടോ, ഹോൾഡ് എന്നാണ് ഇതിന്റെ ഹെൽഡ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഫോർ ഫ്യൂച്ചർ യൂസേജ് ബൈ converting company into dormant company, it has to comply. See, section 455 ഇത്രയൊന്നുമല്ല പറഞ്ഞിട്ടുള്ളൂ. സെക്ഷൻ 455 പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സിറ്റുവേഷൻസിൽ എന്താണ് ഡോർമന്റ് കമ്പനി എന്ന് എഴുതണം, അല്ലെ? ഏതൊക്കെ സിറ്റുവേഷൻസിൽ എന്താണ് ഡോർമന്റ് ആകുമെന്ന് എഴുതണം, എങ്ങനെ അത് ഡോർമന്റ് അല്ലാതാകുമെന്ന് എഴുതണം, ഏതൊക്കെ ഫോംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മിസ്ലേനിയസ് ഫോംസ് 1 2 3 4 5 3 എഴുതണം. അപ്പൊ ഡോർമന്റ് കമ്പനിയെ കുറിച്ച് എഴുതുന്ന സമയത്ത് അത്ര എഴുതണം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, 4 മാർക്കിന് ആ കുട്ടിക്ക് എത്ര കിട്ടിയത്, 1 മാർക്കാണ് കിട്ടിയത്. ആക്ച്വലി 1 തന്നെ കൊടുക്കണോ എന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് ആയിരിക്കും അവർ മാർക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ടാവുക. കാരണം 1ാമത്തെ ക്വസ്റ്റിൽ ആദ്യത്തെ മാർക്ക് എത്ര കിട്ടിയെന്ന് നോക്കൂ, 3 മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെയും ആൾക്കാർ ഇവാലുവേറ്റ് ചെയ്തപ്പോ പാവം കിടക്കട്ടെ എന്ന് പറഞ്ഞ് 3 കൊടുത്തിട്ട് അത് 5 അല്ലേ, 5 1 തന്നെ കൊടുത്തിട്ടുള്ളൂ. കണ്ടോ, 1 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഡോർമന്റ് കമ്പനി 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റിന് എന്താണ് 1 മാർക്ക് കിട്ടുമ്പോൾ അതിന്റെ അർത്ഥം ഇത് എഴുതിയതിൽ പറ്റിയ മിസ്റ്റേക്ക് ആണ്. ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതണം. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് ഡാർക്കൻ ചെയ്യുക. ആൻഡ് വാട്ട് ഈസ് ഡോർമന്റ് കമ്പനി സെക്ഷൻ 455 ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതുന്നു. ലൈക്ക് എന്താണ് ഡോർമന്റ് കമ്പനി, ആ ഡോർമന്റ് കമ്പനി എപ്പോൾ ആകാൻ പറ്റും, അത് എങ്ങനെ ഡോർമന്റ് കമ്പനി തിരിച്ചു വരാൻ പറ്റും, എങ്ങനെ മിസ്ലേനിയസ്, അതിന്റെ ഫോംസ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എത്ര വർഷമാണ് ഡോർമന്റ് കമ്പനി ആയിട്ട് ഇരിക്കാൻ പറ്റുക, അത് ആ 5 വർഷത്തെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ആക്റ്റീവ് കമ്പനി ആക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇത്രയും കാര്യങ്ങൾ എഴുതണം. അത് എഴുതാത്തത് കൊണ്ടാണ് ഈ മാർക്ക് ഇത്രയും കുറഞ്ഞ മാർക്ക് ആ കുട്ടിക്ക് കിട്ടിയത്. 5B. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെയും ഒരു ഇല്ല, ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. നിങ്ങൾ ഇതിനൊന്ന് നല്ല വൃത്തിയായിട്ട് അണ്ടർലൈൻ ചെയ്യും. അപ്പൊ അതിനൊരു അറ്റൻഷൻ വന്നില്ലേ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഉത്തരം വായിക്കുമ്പോൾ ആസ് പെർ സെക്ഷൻ 249 ഇന്നത്തെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെക്ഷനേ ഇല്ല. സെക്ഷൻ 249 അത് പറയുന്നത്. സെക്ഷൻ 13-ലും 14-ലും അല്ലേ നെയിമിന്റെ ആൾട്ടറേഷനെ കുറിച്ചും ഒക്കെ പറയുന്നത്.
where a fraudulent application for removal of name of the company from the registrar of companies has been made to register, it may apply to National Company Law for restoration of name of such company within 3 years from the date of ROC. Application is to NCLT. ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ചോദ്യം ഇത്രേ ഉള്ളൂ. ഞാൻ എന്റെ അസംഷനിലാണ്. ഇതിപ്പോ നമ്മൾ ഉത്തരം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും എന്തായിരിക്കും ചോദ്യം എന്നുള്ളത്. ഈ ചോദ്യത്തിൽ എങ്ങനെയാണ്, അഥവാ വല്ല ഫ്രോഡ്ലന്റ് മീൻസോ മിസ്റെപ്രസെന്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്രിയേറ്റ് അല്ല ഒരു നെയിം നമ്മൾ സെലക്ട് ചെയ്താൽ എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ഏത് സമയത്തും അത് എന്താണ് പേര് മാറ്റാൻ വേണ്ടി പറയാം. ആ ഓർഡർ കിട്ടി 3 മാസത്തുള്ള പേര് മാറ്റിയിരിക്കണം. ഇതൊരു കണ്ടീഷനാണ്. പക്ഷെ ആള് ഇവിടെ അറിയാത്തൊരു കാര്യം വളരെയധികം എന്താണ് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ഫോം ഒക്കെ ഉണ്ടാക്കണ്ട, NCLT 9 എന്ന് പറഞ്ഞ ഫോം ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ബ്ലണ്ടർ എഴുതി വെച്ചേക്കരുത്. ഇവിടെ ഒരു അബദ്ധം പറ്റിയത് ആവശ്യമില്ലാത്ത ഒരു സെക്ഷൻ എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ക്വസ്റ്റിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ക്വസ്റ്റിനിൽ ചോദിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് മിസ്റെപ്രസെന്റേഷൻ വഴി വെക്കുകയാണെങ്കിൽ ആ പേരിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ പേരിന് രജിസ്റ്റർഡ് കമ്പനീസ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു കൺക്ലൂസീവ് എവിഡൻസ് ആണോ? അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, ഈ കമ്പനിയുടെ പേര് വേണമെങ്കിൽ മാറ്റാം, പക്ഷെ അതിനെന്ത് ചെയ്യണം, വി നീഡ് ടു ഫയൽ എ കംപ്ലൈന്റ് വിത്ത് സെൻട്രൽ ഗവൺമെന്റ് സെയിങ് ദാറ്റ് ആക്ച്വലി ഇതിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ NCLT പോകണം. അങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, അവരൊരു ഓർഡർ ചെയ്യും, ഈ കമ്പനിയുടെ പേര് മാറ്റാൻ പറഞ്ഞിട്ട് ആ ഓർഡർ കിട്ടും 3 ദിവസത്തിൽ പേര് മാറ്റണം. പക്ഷെ എന്നാലും ഒരു രജിസ്ട്രേഷൻ ഓഫ് കമ്പനി ചെയ്ത് കഴിഞ്ഞാൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കൺക്ലൂസീവ് എവിഡൻസ് ആണ് എന്നാണ് നമ്മൾ എഴുതി തീർക്കേണ്ടത്. അതുകൊണ്ടാണ് 0 മാർക്ക് കിട്ടിയത്. He or she got only 0 marks. So we need to understand. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആൻസർ ടു എന്താണ് ക്വസ്റ്റ്യൻ 5B എന്ന് എഴുതി തുടങ്ങാമായിരുന്നു കേട്ടോ. ഇവിടെ തുടങ്ങാം. കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. Then 5C, please remember to underline this now. Then insolvency resolution process cost എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ എഴുതുന്ന സമയത്ത് ഒന്നാമത് ഇതൊന്ന് നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനെക്കാട്ടിലും നല്ലത് ഞാൻ സ്ക്രീനിലാണ് എഴുതുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതുന്ന പോലെ രാജു സാറിന് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് കോസ്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ വരയ്ക്കണം. വരച്ച അടിയിൽ ചന്താക്കി വെച്ചേക്കണം. അപ്പൊ കാണുമ്പോൾ തന്നെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് കോസ്റ്റ് ആണ് എന്ന് തോന്നണം. എന്നെ പോലെ നിങ്ങളെ പോലത്തെ ആൾക്കാരല്ലേ ഇത് വായിക്കണേ, അവർക്ക് ഇത് മനസ്സിലാക്കണം. അതാണ് ആവശ്യം. എന്താണ് അതിന്റെ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്താണ് 2016 ഇൻസോൾവൻസി റെസൊല്യൂഷൻ എന്താണ് ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് വന്നിട്ടുള്ളത്. 2019 അമെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് ഈ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഇൻക്ലൂഡ് ഡ്യൂറിങ് കോർപ്പറേറ്റ്. ഇതിങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിനേക്ക് ഒന്നും കൂടി ചന്തമാക്കി ഒന്നും കൂടി ബ്ലാക്ക് ആൻഡ് ചെയ്ത് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് ചെയ്ത് ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. പിന്നെ നോക്കൂ, ഇതൊരു ഓർഡറിലല്ല എഴുതണം. നോക്കൂ, അബ്നോർമൽ ആണ്. കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ ചാടി ചെയ്ത് അങ്ങനെ എഴുതരുത്. വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. വേണമെങ്കിൽ ഒരു ലൈൻ വിടാം, എഴുതാം. ഇവിടെ ഇതുമായിട്ട് വേണമെങ്കിൽ ഒരു ലൈൻ ഗ്യാപ്പ് ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. 2 മാർക്കാണ് കേട്ടോ. ഒന്നും ചന്തമായിട്ട് എഴുതിയിരുന്നെങ്കിൽ ഒരു ലേശം കൂടി ഇൻട്രൊഡക്ഷൻ ഇവിടെ വെച്ചിരുന്നു, ഒരു കൺക്ലൂഷൻ ഇവിടെ വെച്ചിരുന്നു എങ്കിൽ എന്താണ് അതിനൊരു 4 മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അത് 2 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പൊ ഉത്തരം ശരിയാണ്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. പക്ഷെ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ഒരു ചന്തമുണ്ട്. ആ ചന്തം ഉണ്ടായിരിക്കണം കേട്ടോ. 5D, 5ാമത്തെ ക്വസ്റ്റ്യൻ ഡി. ഇതിൽ കണ്ടോ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ ഒന്ന് വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. വൃത്തിയായിട്ട് ഇതിന്റെ മുകളിൽ തന്നെ ആസ് പെർ ദ പ്രൊവിഷൻസ്. അത് വായിക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവണം. അയാൾക്ക് ഇത് മനസ്സിലായി. നമുക്ക് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രൊഫഷണൽ, എനിക്കിത് വായിക്കാൻ ഉത്തര ചോദ്യം അറിയുന്നുണ്ടാകാം. ഇതൊന്ന് നല്ല ചന്തമുള്ള ഒരു ലെറ്റർ ആക്കിയിരുന്നെങ്കിലോ, ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആക്കിയിരുന്നെങ്കിലോ. എന്നിട്ട് ഇൻസോൾവൻസി പ്രൊഫഷണൽ മീൻസ് എ പേഴ്സൺ ഹു ഈസ് enrolled with the insolvency professional agency and registered with IBBI under the code എന്ന് പറയുന്നത്. അപ്പൊ IBBI രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിയുമായി രജിസ്റ്റർ ചെയ്ത ആളാണ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്നാണ് പറയുന്നത്. Then the duties of an insolvency resolution professional എന്താന്ന് പറയുന്നു? To take control of the assets of the corporate debtor, manage the business. ഇത് ഉത്തരം തെറ്റാണ്. ഇത് കുറച്ച് ഉത്തരം ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഇതിന് ഒരു പെർഫെക്ഷൻ ഇല്ല. ക്വസ്റ്റിന് ഇതിന്റെ ഇൻഡെപ്തിലേക്ക് പോയിട്ടില്ല. ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആരാകാം,
അയാളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അയാളുടെ ലയബിലിറ്റീസ് എന്താണ്, പുതിയ ചേഞ്ചസ് എന്തൊക്കെയാ വരുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ഇത്ര സ്ഥലം മതി. നിങ്ങൾ ഇവിടെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇത്രയൊക്കെ സ്ഥലം മതി, ഇത്രയേ വേണ്ടൂ ഇതിന് കേട്ടോ, ഇത്രയേ വേണ്ടൂ, ഇത്ര സ്ഥലം മതി. പക്ഷെ അത് കുറച്ചും നന്നായിട്ട് എഴുതിയിരുന്നെങ്കിൽ, കുറച്ചും കൂടി ഡെപ്തിൽ എഴുതിയിരുന്നെങ്കിൽ he or she might have got 3 marks, but they got only 1 mark. സോ നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് സ്റ്റൈല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്താണ് 5C or 5E ആയിരിക്കട്ടെ. ആസ് പെർ ദ റിലവന്റ് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013. സെക്ഷൻ അറിയില്ല, നല്ലൊരു ടെക്നിക്കാണത്. സെക്ഷൻ അറിയില്ല, അപ്പോൾ അവിടെ എഴുതിന്താണ് ആസ് പെർ റിലവന്റ് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013 റെഡ് വിത്ത് റൂൾസ് മേഡ് ദർ അണ്ടർ ദ ഫോളോയിങ് ക്ലാസ് ഓഫ് കമ്പനീസ് cannot be removed through a procedure prescribed under section 248 of the Companies Act. Listed companies, vanishing companies, section 8 companies, companies against which are pending. Okay, ഇത് വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത് തോന്നുന്നു. അപ്പൊ അതിൽ ഇത് പ്രൊവിഷൻ വരില്ല ഏത് സമയത്താണെന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അതിന്റെ ആ അതോറിറ്റിന്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ എന്താ പറ്റിയത്, ഇവിടെ സെക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. സെക്ഷൻസ് അറിയില്ലായിരുന്നു. പിന്നെ ആ എഴുതിയതിൽ ഒരു കോൺഫിഡൻസ് കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ എഴുതണം, ആ ഹെഡിങ്, ആ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഹെഡിങ് ആയിട്ട് എഴുതുക. അത് എഴുതിയതിനു ശേഷം അത് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ പിന്നെ ഒരു കൺക്ലൂഷൻ ഇവിടെ ഇല്ല, ഒരു കൺക്ലൂഷൻ ഇല്ല, അതൊരു പ്രശ്നമാണ്. ടോട്ടൽ 5ാമത്തെ ക്വസ്റ്റ്യൻ 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 7 മാർക്കാണ് അയാൾക്ക് കിട്ടിയത്. ഇതിൽ 3 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ ആൻസർ പേപ്പറിൽ ഏറ്റവും വർസ്റ്റ് പെർഫോംഡ് ക്വസ്റ്റ്യൻ 5 എന്നിട്ട് ഞാൻ അതാണ് ആദ്യം കിട്ടിയത് കൊണ്ട് അതാണ് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം അയാൾ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയി. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ നോക്കുക, അയാൾ 5 എഴുതി, 6 എഴുതി, 5, 6 അങ്ങനെ എഴുതി വരുന്നത്. ഇങ്ങനെ എഴുതുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സർ 1, 2, 3, 4, 5 എന്ന് തന്നെ എഴുതണമോ? 1, 2, 3, 4, 5 എന്ന് എഴുതുന്നതാണ് സേഫ്. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2ാമത്തെ ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. കാരണം അയാൾക്ക് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് മറിച്ചാൽ പിന്നെ നോക്കി പിന്നെ ചോദ്യം നോക്കി, ആ ഒരു ഡിഫിക്കൽറ്റി, അതായത് ഒരു എന്താ പറയുക, ഒരു ഇറിറ്റേഷൻ അയാൾക്ക് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് പോവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ കണ്ടിന്യൂസ്. പക്ഷെ അങ്ങനെ എഴുതണോ നിയമം ഉണ്ടോ? ഇല്ല, അങ്ങനെ നിയമമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അപ്പൊ 5A എഴുതി കഴിഞ്ഞിട്ട് പിന്നെ 6C, 7A അങ്ങനെ എഴുതരുത്. 5A എന്ന് എഴുതിയാൽ 5B, 5C, 5D, 5E 5-ലെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 6ലേക്ക് പോവുക. അതല്ലാണ്ട് 5-ലെ ഒരു ഭാഗം എഴുതി, പിന്നെ 6-ലൊരു ഭാഗം എഴുതി, പിന്നെ 3-ലൊരു ഭാഗം എഴുതി, 1-ലൊരു ഭാഗം എഴുതി, 2-ലൊരു ഭാഗം എഴുതി, എത്ര നന്നായിട്ട് എഴുതിയിട്ടും കാര്യമില്ല, മാർക്ക് വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. കമ്പാരിറ്റീവ്ലി കുറയും, ഉറപ്പായിട്ടും കുറയും. സോ ഒരു ക്വസ്റ്റ്യനെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ആൻസർ പേപ്പറിന്റെ ഏറ്റവും വലിയ അപകടം ഞാൻ പറയാം, 5ാമത്തെ ക്വസ്റ്റ്യൻ അയാൾ കോൺഫിഡൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അയാൾക്ക് കോൺഫിഡൻസ് കുറവുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 5ാമത്തെ ക്വസ്റ്റ്യൻ. അദ്ദേഹം 5ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയതിലൂടെ എന്ത് സംഭവിച്ച്, ഈ ആൻസർ പേപ്പർ നോക്കുന്ന എക്സാമിനർക്ക് ഇദ്ദേഹത്തെ കുറിച്ചൊരു ധാരണ മാറി. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. 6ാമത്തേക്ക് നന്നായിട്ട് ഞാൻ ആൾറെഡി നോക്കിയതാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ROC എങ്ങനെയാണ് ഈ ഫോം എന്താണ് ഇത് റിമൂവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്, പേര് റിമൂവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. As per section 248(2) of the Companies Act 2013, read with rules made thereunder, a company may apply for removal of its name from register of members maintained by the ROC in form STK2 filed to the registrar of company. The attachments എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ എന്തൊക്കെ വേണം? ഒരു ഇൻഡെംനിറ്റി ബോണ്ട് വേണം. STK4 ഇയാൾക്ക് എല്ലാ ഫോം നമ്പറും അറിയാം കേട്ടോ. STK ഇയാൾ നന്നായിട്ട് പഠിച്ചതാണ്. ഈ എന്താണ് ഈ ഒരു പ്രോസസ്സ് വളരെ നന്നായി പഠിച്ചിട്ടുള്ള ഒരു ആൻസർ ആണിത്. അതായത് STK2 ആൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, STK3 ഇൻഡെംനിറ്റി ഫോണ്ട്, STK4 ഡയറക്ടേഴ്സ് അഫിഡവിറ്റ് കൊടുക്കുന്നു, STK3 സ്ട്രൈക്കിംഗ് എന്നാണ് STKയുടെ ഫുൾ ഫോം. സ്ട്രൈക്ക് ഓഫ് ആണിത്. അപ്പൊ സ്ട്രൈക്ക് ഓഫിനെല്ലാം STK ആണ് വരിക. സോ 2, 3, 4 ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫോമുകൾ. അത് വെച്ചിട്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അത് 4 മാർക്കും കിട്ടി കേട്ടോ. അതായത് വളരെ കുറച്ചാൾ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഈ ആൻസർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ആൻസർ കമ്പാരിറ്റീവ്ലി ചെറിയ ആൻസർ ആണ്. ആൾക്ക് ഫുൾ മാർക്ക് 4 മാർക്കും ഇതിന് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൽ ശരി. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ അത് ഒന്നും കൂടി ചന്തമാക്കിയിരുന്നെങ്കിൽ ഇയാൾക്ക് ഒന്നുകൂടി ഇംപ്രഷൻ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ കണ്ട അണ്ടർലൈൻ ചെയ്ത് അറിയാൻ നോക്കൂ. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ഇതൊക്കെയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. കാരണം എന്തൊക്കെയാണ് റെസൊല്യൂഷൻ, അത് ഒരു അക്കൗണ്ട്സ് ഓഫ് ദ ഫോം, അക്കൗണ്ട്സ് STK,
പിന്നെ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ എന്താണ് ഇൻഡെംനിറ്റി ബോണ്ട് കണ്ടോ, ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് എക്സാമിനറാണ് അണ്ടർലൈൻ ചെയ്യണത് എന്തിനാണെന്നുള്ളത്. അപ്പൊ ഇത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നല്ല മാർക്ക് കിട്ടും. ഇത് നല്ല ആൻസർ ആയിരുന്നു, നല്ലൊരു ആൻസർ ആയിരുന്നു. ഒട്ടും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആക്കാമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ആണ് അല്ലെ, 5 ആണ്, 4 മാർക്ക് കിട്ടി. ഗുഡ്. 6B ഇവിടെ നോക്കുക, ആൾ ആ ഒരു ശീലം ആണ് മാറ്റുന്നില്ല. ഈ ആൻസർ ഒന്നുകൂടി ചന്തമാക്കണമായിരുന്നു. ഇവിടെ ഗ്രൗണ്ട്സ് ഓൺ വിച്ച് പ്രൊമോട്ടേഴ്സ് ഓഫ് ദ കമ്പനി ക്യാൻ ക്ലോസ് ഡൗൺ ദ കമ്പനി by non-operational by applying to ROC and STK for striking of the name of the from the register maintained by the ROC are as follows. See, ഇവിടെയൊക്കെ ROC എന്നുള്ളൊക്കെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് എഴുതാം. The company has failed to commence its business within 1 year of its incorporation. ഇതിൽ ആകെയുള്ള ശരിക്കുള്ള ഒരു ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് പ്രൊമോട്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഗ്രൗണ്ട്സ് പ്രൊമോട്ടേഴ്സ് ഓഫ് ദ കമ്പനി, പ്രൊമോട്ടേഴ്സിന് ഈ കമ്പനിയെ ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റുന്നത്, സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രൊമോട്ടേഴ്സിന് വളണ്ടറി വൈൻഡിങ് അപ്പ് ആണിത്. ആള് ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ആൾ എഴുതിയിട്ടുള്ള 1-2 പോയിന്റുകൾ കറക്റ്റ് ആയതുകൊണ്ട് 1 മാർക്ക് കിട്ടി. അതായത് നിങ്ങൾക്ക് ഒരു തെറ്റായ ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യമാണ് അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിലും അതൊരു പ്രോപ്പർ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഈ കുട്ടി ഇവിടെ പാസ്സായ കുട്ടിയാണ് കേട്ടോ, തോറ്റ കുട്ടിയല്ല, പാസ്സായ കുട്ടിയാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊരു പ്രോപ്പർ അറ്റംപ്റ്റ് വേണം. ഇവിടെ 6Bയിലെ 1 ആണത്, 6Bയിലെ 2 ആണത്. അപ്പൊ ഇവിടെ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ 6B2 എന്ന് എഴുതണമായിരുന്നു. അതൊരു മിസ്റ്റേക്ക് ആണ്. ഇവിടെ നോക്കൂ, ഇവിടെയും ഈ സ്ട്രൈക്ക് ഓഫുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ 2 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന്റെ ഫാക്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഫാക്ട് ഇസ് ദർ ഇൻ ദ ക്വസ്റ്റ്യനിലുണ്ട്, അവിടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ലീഗൽ പ്രൊവിഷൻ എഴുതുക, നിങ്ങളുടെ കൺക്ലൂഷൻ എഴുതുക, എന്നിട്ട് അവസാനം അതിനെ കൺക്ലൂഡ് ചെയ്യുക. ഇവിടെ 4 മാർക്ക് കിട്ടേണ്ടതായിരുന്നു, ഇയാളുടെ ഉത്തരം ശരിയാണ്. പക്ഷെ അതിൽ ആ 4 മാർക്ക് കിട്ടാത്തതിന്റെ കാരണം അല്ല പ്രോപ്പർ സ്റ്റൈലിലല്ല. അതായത് നമ്മൾ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു മെയിൻ പാർട്ട്, then you have conclusion. ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ സെക്ഷൻ ആൾ എഴുതിയിട്ടുണ്ട്, ഇവിടെ ആൾക്ക് സെക്ഷൻ ഉണ്ട്, കണ്ടോ, സെക്ഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന് അദ്ദേഹത്തിന്റെ ഒരു ഈ കേസിൽ പറയുന്ന ABC ലിമിറ്റഡ് ഹാസ് closed register office from Delhi to shifted ആയിരിക്കും, changed to Noida in 2 months back, so it cannot apply for removal of the name from the register of companies maintained by ROC. അത് അവിടെ ചോദ്യം നമുക്ക് കറക്റ്റായിട്ട് അറിയണം. അതായത് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ രജിസ്റ്റർ ഓഫീസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ ROCയുടെ പെർമിഷൻ വേണം എന്നാണ് പറയുന്നത്. ഇത് നോയിഡ UPയിലാണ്, ഡൽഹിയിലാണെന്ന് ന്യൂഡൽഹിയിലേക്ക് മാറുകയാണെങ്കിൽ 2 രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ പ്രോസസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി ആള് നോക്കൂ, ഇവിടെ ആൾക്ക് ഒരു പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ പറയാം. ഇപ്പൊ നോക്കുന്നത് 6A ആണ് കഴിഞ്ഞത്. ഇനി നോക്കൂ, ഇനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് 1Dയിലാണ്. 1D കഴിഞ്ഞിട്ട് പിന്നെ ആള് സ്റ്റാർട്ട് ചെയ്യുന്നത് 1A ആണ്. നോക്കൂ, ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം 2A3 ആണ്. കാരണം ഞാൻ ആൻസർ എഴുതുന്നതിനെ കുറിച്ച് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഇവിടെ ഓരോ ആൻസറിനും ഒരു ഹെഡിങ് ഉണ്ടാകുന്നത് നന്നായിരിക്കും. ഇവിടെ വന്ന മിസ്റ്റേക്കുകളാണ് ഞാൻ പറയുന്നത്. ഹാൻഡ് റൈറ്റിംഗ് ഒന്നും കൂടി ഉഷാറാക്കിയിരുന്നെങ്കിൽ നല്ല ഒരു ആൻസർ പേപ്പറായി മാറുമായിരുന്നു. 62 മാർക്ക് സ്കോർ ചെയ്ത 67 മാർക്ക് സ്കോർ ചെയ്ത ഒരാളാണ്. അത് വേണമെങ്കിൽ ഒരു 80 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണിത്. അദ്ദേഹത്തിന് പറ്റുമായിരുന്നു കുറച്ചുകൂടി വൃത്തിയായിട്ട് എഴുതിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് കോൺട്രാക്ച്വൽ ജോയിന്റ് വെഞ്ചർ എന്നുള്ളത്? അതായത് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആൾക്ക് തന്നെ ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ട്. ഈ ബുള്ളറ്റ് പോയിന്റ്സ് എഴുതുന്ന സമയത്ത് ഇതിനെ കാണുമ്പോൾ വായിക്കുന്ന ആൾക്ക് ഒരു ചന്തം തോന്നും. അപ്പൊ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് എഴുതുകയാണെങ്കിൽ നമ്മൾ A ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കൂ, B, എന്നിട്ട് ഇതിനെ ഒരു ലൈനിൽ നിന്ന് എഴുതി തുടങ്ങാൻ തുടങ്ങും, then you will get good marks.
ഒരു സ്കെയിൽ കയ്യിലുണ്ടെങ്കിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്യാൻ നിങ്ങൾക്ക്. പിന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ആൾ ഇതിൽ കുറച്ച് ഇൻകം ടാക്സ് ആക്ടിന്റെ പ്രൊവിഷൻസ് ആൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആയതുകൊണ്ട് രണ്ട് ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മറ്റുള്ള പേപ്പർ ഉദാഹരണം കമ്പനിയിലോ നന്നായിട്ട് സെറ്റിംഗ് അപ്പ് ആണ് നമ്മൾ നോക്കുന്നത് മനസ്സിലാക്കണം. കമ്പനിയിലോ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ് അപ്പ് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നെറ്റ് ഓണേഴ്സ് ഫണ്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ വിട്ടുപോയി, 2A4. അപ്പൊ ആളൊരു ആൻസർ ചെയ്ത രീതിയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല. ഗുഡ് മാർക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 3A ആൾക്കറിയാം ഫുഡ് ആൻഡ് സേഫ്റ്റി FSC റെഗുലേഷൻ 2011 അത് വളരെ നല്ലൊരു പോയിന്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് റെഗുലേഷൻസ് മാത്രം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് റെഗുലേഷൻ മാത്രം എഴുതിയാൽ മതി. ടോട്ടൽ ഇൻകം എന്താണ്? ഇൻ എബോവ് റെസിഡന്റ് ഓഫ് ബാംഗ്ലൂർ ഡിസൈറസ് ഓഫ് സെറ്റിംഗ് എ ഫുഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആൻഡ് ആൾസോ എൻഗേജിംഗ് ഇൻ റീറ്റെയിൽ സെല്ലിംഗ് അണ്ടർ ഹിസ് ബ്രാൻഡ് നെയിം ഷുഡ് obtain FSSA registration provided his total income in a year does not exceed 12 lakh rupees. 12 ലക്ഷത്തിന് മേലെ ഉള്ള ഇതിന് വേണം, മേലെ അല്ലെങ്കിൽ ആൾക്ക് വേണം. പക്ഷെ ഇത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ എല്ലാ ഗതികേട് നല്ല ബുദ്ധിമുട്ടാണ്. ഒന്ന് വൃത്തിയായിട്ട് എഴുതാൻ പഠിക്കണം കേട്ടോ. നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, 4 മാർക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് FSSA പഠിച്ച ഒരാളാണ്. എനിക്കൊന്നും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ ആള് ധൃതിയിൽ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഭയങ്കര മോശം ഹാൻഡ് റൈറ്റിംഗിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു ട്രാജഡി ആയി മാറാൻ സാധ്യതയുണ്ട്. ഇത് ഒറിജിനൽ ആൻസർ പേപ്പർ ആണ് കേട്ടോ. ഇതൊക്കെ ഒരു അണ്ടർലൈൻ ചെയ്യാൻ മറക്കുന്നു. 3A 3C ഇവിടെ വരുന്നു. മാർക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ മറക്കാതിരിക്കണം. ഇതൊക്കെ ശരിക്കും വൃത്തിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. പ്ലാന്റേഷൻ ലേബർ ആക്ട് 1951 ആദ്യ ക്വസ്റ്റ്യൻ തന്നതാണത്. ആ ക്വസ്റ്റ്യൻ വെച്ചാണ് ആൾ എഴുതുന്നത്. അതായത് മൈനേഴ്സിനെ എവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തെങ്കിലും ഒരു കുഴപ്പമില്ല, വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. സ്പൈസ് ഫോമിന് അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അല്ലേ. പുതിയൊരു കമ്പനിക്ക് 20 ദിവസമാണ് പേര് കിട്ടിയിരുന്നെങ്കിൽ അഡീഷണൽ ഫീസ് കൊടുത്താൽ 40, പിന്നെ അഡീഷണൽ ഫീസ് കൊടുത്താൽ വീണ്ടും 20 ദിവസം കൂട്ടി ടോട്ടൽ 60 ദിവസം വരെ കൊണ്ടുപോകാനുള്ള പ്രൊവിഷൻ വന്നിട്ടുണ്ട്. ഞാൻ അമെന്റ്മെന്റിൽ അമെന്റ്മെന്റ്സിന്റെ ഒരു ക്ലാസ് വരുന്നുണ്ട്, അതിൽ ഞാൻ പറയാം. പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ, ഞാൻ അയച്ചിരുന്ന ഷോർട്ട് നോട്ട് വായിച്ചാൽ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. ഇതൊരു അറ്റംപ്റ്റ് ആയിരുന്നു, അറിയാത്തൊരു ചോദ്യം ആൻസർ ഉള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇത് ഡോർമന്റ് കമ്പനിയാണ്. ഇതാണ് കണ്ടത്. ഇപ്പോഴും അപകടം കണ്ടു പറ്റിയത് 1C. 1ന്റെ കുറെ ഭാഗങ്ങൾ അവിടെ എഴുതി, ഇത് ഒരു ഭാഗം മാത്രം, സ്മോൾ പോർഷൻ മാത്രം എഴുതി. ആ ആള് അടിപൊളി ആയതുകൊണ്ടും ആൾ മിടുക്കനായതുകൊണ്ട് ആള് കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്തു, അതിവിടെ കൊണ്ടുവന്ന് അത് നോക്കി കണ്ടോ. ക്വസ്റ്റ്യൻ 1 ഇവിടെയാണ് ആൻസർ ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ 1ന്റെ ഇവിടെ ആൻസർ ചെയ്യുമ്പോൾ ആൾക്ക് സംഭവിക്കുന്നത് വെച്ചാൽ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് പിന്നെ 1ന്റെ B എഴുതുമ്പോൾ ഈ അദ്ദേഹം നല്ലൊരാളാണെങ്കിൽ മാത്രമേ ഇതിവിടെ കൊണ്ടുവന്ന് എഴുതുള്ളൂ. അതൊരു ഇംപ്രഷൻ കളയുന്ന ഒരു പരിപാടി. 2 കണ്ട തിരിച്ചു വന്നിരിക്കുന്നത്, 2 തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് കുറേയധികം കാര്യങ്ങൾ മനസ്സിലായെന്ന് എനിക്ക് ഉറപ്പുണ്ട്, നല്ല ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു നല്ല ആൻസർ പേപ്പറാണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻസർ പേപ്പറാണ്. എന്താ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ആൾക്ക് ഈ പഠിച്ചപ്പോൾ കുട്ടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, വളരെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ കറക്റ്റ് ആയിട്ട് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പരാജയം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. വൃത്തിയായിട്ട് എഴുതുക, അത് എങ്ങനെയാണ് എഴുതുന്നത് വീഡിയോ വീണ്ടും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ആൻസർ പേപ്പർ ഞാൻ അനലൈസ് ചെയ്തതിൽ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതൊന്ന് മനസ്സിലാക്കി ഇതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ആൻസർ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിൽ വെക്കണം.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ബിക്കോസ് ഐ വാണ്ട് എവരിബഡി ടു ബി, നിങ്ങൾ എല്ലാവരും കമ്പനി സെക്രട്ടറി കാണണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്.